ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പ്രിയയോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് രാധമ്മ അങ്ങോട്ട് വന്ന് ദേഷ്യത്തിൽ പ്രിയ വഴക്ക് പറയുകയാണ്. കണ്ടവരോടൊക്കെ നിന്ന് വർത്തമാനം പറയാതെ പോയി എന്തെങ്കിലും ജോലി ചെയ്യടി എന്നും പറഞ്ഞ് പ്രിയ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നിട്ട് ഓടിക്കുവാണ്. അവളുടെ ഒരു ലോഹ്യം പറച്ചില് എന്നും പറഞ്ഞ് ഋതികയെ നോക്കി അങ്ങോട്ട് ദേഷിക്കുവാണ്. രാധമ്മയുടെ ആ നോട്ടം സഹിക്കാൻ വയ്യാതെ ഋതിക അങ്ങ് കുനിഞ്ഞു നിൽക്കുവാണ്. എന്നിട്ടും രാധമ്മയ്ക്ക് വിടാൻ പ്ലാനില്ല. ഋതികയോട് പറയുക, എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ കാറ്റിപ്പറത്തിക്കളഞ്ഞു. എന്റെ മക്കളുടെ ഭാവിയും തകർന്നു. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വീടിനകത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ ഭർത്താവിനോടൊപ്പം ഞാൻ ചേർന്നിട്ട് ഇതുവരെ ഒരു വഴക്ക് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ തമ്മിൽ കണ്ടാൽ വാളെടുക്കുന്ന അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ ഒരേ ഒരു ആൺതരിയേ ഉള്ളായിരുന്നു. അവനെയും തട്ടിയെടുത്തു. അമ്മയെന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു. അവനിപ്പോൾ എന്റെ ശത്രുവാണ്. കുറെ കഴിയുമ്പോൾ അവൻ എന്നെ തല്ലിക്കൊല്ലാൻ വരുമോ എന്ന് പോലും എനിക്കിപ്പോ പേടിയാണ്. രാധമ്മയുടെ ആ ദുഷിച്ച മനസ്സും ആ ദുഷിച്ച വാഗൊണ്ടും ഇങ്ങനൊക്കെ പറയുവാണ് ആ പാവൻ ഋതികയോട്. ഋതിക കരഞ്ഞോണ്ട് പറയും, അയ്യോ രാധമ്മേ, എന്നോട് ഇങ്ങനെ ഒന്നും പറയല്ലേ. രാധമ്മ പറയുക, ഞാൻ അനുഭവിക്കുന്ന വേദനകളാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ. എന്നിട്ടൊരു പ്രാന്തളകിയ പോലെ രാധമ്മ പറയുക, ആ രമ്യയുടെ അവിടെ അമ്മയുടെ ദയയില അവരുടെ വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരും ഇപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളായി. ഏത് നിമിഷമാ അവര് വന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നോന്നും പറയാൻ അറിയില്ല. ഇറക്കി വിട്ടാൽ പിന്നെ ഞങ്ങൾ പെരുവഴിയിൽ താല്പര്യമില്ലാതിരുന്ന ഒരു ചെറുക്കനെ വശീകരിച്ച് സ്വന്തമാക്കി. അതിനോ കൂട്ടുനിൽക്കാൻ വേണ്ടി എന്റെ ഭർത്താവും. ആ ക്രൂരമായ വാക്കുകൾ കേട്ട് കരയുന്ന ഋതികയെ നോക്കി പറയുക, ഈ കണ്ണുനീര് കണ്ടാലൊന്നും എന്റെ മനസ്സലിയില്ല. കാരണം എന്താ നിനക്കറിയാവോ, എന്റെ മനസ്സിൽ തീയാണ് എന്നും പറഞ്ഞ് തീ പാറുന്ന കണ്ണുകൾ കൊണ്ട് ഋതിയെ ദേഷിച്ച് നോക്കിയിട്ട് രാധമ്മ അകത്തോട്ടങ്ങ് പോവാണ്. തന്റെ സങ്കടം ആരോട് പറയാനാ? രാജുവിനോടും പറയുന്നത് കഷ്ടമാണല്ലോ. അമ്മാമ്മ വളരെ സന്തോഷത്തിലിരിക്കുക. അമ്മാമ്മയോടും പറയാൻ പറ്റില്ല, അച്ഛനോടും പറയാൻ പറ്റില്ല, ചെറിയച്ഛനോടോ ചെറിയമ്മയോടോ ആരോടും പറയാൻ പറ്റില്ല. എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി ഋതിക അവിടെ നിന്നിങ്ങനെ കരയുവാണ്. വർമ്മസാറിന്റെ വീട്ടിലാണെങ്കിൽ ശേഖർ ഇന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുന്നു, അപ്പു ഇരുന്ന് പഠിക്കുന്നു, യാമിനി അവിടെ തുണി മടക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. അച്ഛനെ മോളെ നോക്കിയിട്ട് യാമിനി പറയുന്നു, ഇതെന്തുവാ എല്ലാവരും മുനിമാരിയിരിക്കുന്ന പോലെ, ആർക്കും ഒരു മിണ്ടാട്ടം ഇല്ലല്ലോ. അത് കേട്ടിട്ട് ശേഖരൻ കളിയാക്കുവാണ്. ആ യാമിനിക്ക് മുനിമാരെയൊക്കെ പരിചയമുണ്ടില്ലേ. അപ്പൊ കണ്വാശ്രമത്തിലായിരുന്നോ ജനിച്ചത്? ശകുന്തളയോ മറ്റോ ആണോ? ഞാൻ കണ്വാശ്രമത്തിലും എങ്ങും അല്ല ജനിച്ചത്. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിങ്ങനെ മുനികളെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊരു ഉപമ പറഞ്ഞു പോയതാ. അത് യാമിനി എസ്റ്റേറ്റ് അക്കൗണ്ടുകളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അതൊക്കെ ഞാൻ ശരിയാക്കാൻ നോക്കുമായിരുന്നു. അപ്പൂ പറയുക, എനിക്കാണെങ്കിൽ ചില അസൈൻമെന്റുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് മുഴുകിയിരിക്കുവാണ്. ഓരോരുത്തരുടെ ജോലിയിലല്ലേ യാമിനി ഇപ്പൊ എന്താ ചെയ്യുന്നത്? യാമിനിയുടെ ജോലി തന്നെയല്ലേ ചെയ്യുന്നത്. ശേഖരേട്ടാ, ഋതുമോള് വീട്ടിൽ നിന്ന് പോയതോടെ ഈ വീടിനകത്തൊരു ഒച്ചയനക്കം ഒന്നുമില്ല. എന്തോ ഒരു കുറവ് പോലെ. മനസ്സിലാണെങ്കിൽ ഒരു വല്ലാത്ത വിങ്ങല്. അതെ, നിനക്ക് ഏതു നേരം ഋതുമോള് കൂടെ വേണമായിരുന്നല്ലോ. അതാണ് തന്റെ പ്രശ്നം. ചെറിയമ്മയെന്ന് വിളിച്ചോണ്ട് ഏതു നേരവും പാവം എന്റെ മോള് പുറകെ നടക്കുമായിരുന്നല്ലോ ശേഖരേട്ടാ. കുട്ടി പോയപ്പോൾ എന്തോ ഒരു സങ്കടം. ശേഖർ പറയുക, നീ പറഞ്ഞത് ശരിയാ യാമിനി. മോൾ ഇവിടെ ഉള്ളപ്പോൾ വീടിനകത്തൊരു ഓളം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും സങ്കടം. ചേച്ചി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ടെൻഷൻ അടിച്ച് നടക്കുക. അത് കേട്ടിട്ട് അപ്പു പറയാ, അംബികാമ്മായിക്ക് ടെൻഷനോ? എന്റെ അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞ സത്യം മോളെ, ഫൈറ്റ് ചെയ്യാനുള്ള ആളങ്ങ് പോയില്ലേ. അതാണ് ശ്രീമതി അംബിക വർമ്മയ്ക്ക് സങ്കടം. ഋതുമോളുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ യാമിനി. എപ്പോഴും വിളിച്ചാലേ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ ശേഖരേട്ടാ. ചേച്ചിക്ക് അവിടെ സന്തോഷമാ, ഞാൻ വിളിച്ചിരുന്നു എന്ന് അപ്പു പറയുന്നു. അവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരാ. ഒന്നുമില്ലെങ്കിലും മോക്കവിടെ സമാധാനം ഉണ്ടാകുമല്ലോ. അല്ല യാമിനി, ഈ അടുക്കള കാണൽ എന്നൊരു ചടങ്ങില്ലേ? ഉണ്ട് ശേഖരേട്ടാ. ചേട്ടനോടും അമ്മയോടും അതിനെക്കുറിച്ച് ചോദിക്കാം. എന്നാൽ ഇനി നിങ്ങൾ വന്ന് അത്താഴം കഴിക്കും, ഞാൻ ഫുഡ് എടുത്തു വെക്കാം. മോളെ അച്ഛനെ വിളിച്ചോണ്ട് വരണേ എന്നും പറഞ്ഞ് യാമിനി കിച്ചണിലോട്ട് പോവുകയാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഫുഡ് കഴിക്കാനെത്തി. അങ്ങനെ ഫുഡ് കഴിക്കുവാണ്. സരസ്വതി അമ്മയും അംബികയും ദീപക്കും ശേഖറും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഋതുമോള് വിളിച്ചോ? അവിടുന്ന് വല്ല വിശേഷമുണ്ടോ എന്നിങ്ങനെ പ്രതാപവർമ്മ ചോദിക്കുന്നുണ്ട്. യാമിനി പറയുക, മോൾ ഇങ്ങോട്ട് വിളിച്ചില്ല ചേട്ടാ, അപ്പുമോൾ അങ്ങോട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ട് അപ്പു അവിടെ വിശേഷം? വല്യച്ഛ, ചേച്ചി സുഖമായിട്ടിരിക്കുന്നു.
അത് കേട്ടിട്ട് അംബികയും മോനും ഇങ്ങനെ കണ്ണിക്കണ്ണി നോക്കുക. അല്ല അപ്പു, ഓണമൊക്കെ കഴിഞ്ഞിട്ടും നിന്റെ വെക്കേഷൻ ഇതുവരെയും കഴിഞ്ഞില്ലേ എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അപ്പുവിനോട്. മറ്റന്നാൾ സ്കൂൾ തുറക്കും വല്യച്ച, നാളെ ഉച്ച തിരിഞ്ഞ് എനിക്ക് ഹോസ്റ്റലിലോട്ട് പോകണം. ഋതുമോളെ പോലെ പോരാ, നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നിങ്ങനെ വർമ്മ പറയുന്നുണ്ട്. ഇവള് പഠിക്കുന്നുണ്ടോ യാമിനി? പഠിക്കുന്നുണ്ട് ചേട്ടാ, എല്ലാ സബ്ജക്റ്റിനും A+ ഒക്കെ ഉണ്ട്. വെരി ഗുഡ് മോളെ, അങ്ങനെ തന്നെ പഠിക്കണം. റാങ്കോടുകൂടി പാസ്സായ വല്യച്ഛന്റെ കണക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. അത് കേട്ടപ്പോ അംബിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അയ്യോ, ഇനി എന്തു സമ്മാനമോ ഇവൻ കൊടുക്കാൻ പോന്നു? ഓ, ഇവള് പിന്നെ റാങ്ക് മേടിക്കാൻ പോവല്ലേ? ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ശേഖർ സരസ്വതി അമ്മയോട് ചോദിക്കുന്നു, അമ്മേ അടുക്കള കാണാൻ പോകുന്ന ഒരു ചടങ്ങില്ലേ? ഉണ്ട്, അങ്ങനൊരു ചടങ്ങുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങല്ലേ അമ്മേ, നമുക്ക് അടുക്കള കാണാൻ പോണം എന്ന് യാമിനിയും പറയുന്നുണ്ട്. വർമ്മ ചോദിക്കുന്നു, മകളെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് വേണ്ട അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ചടങ്ങല്ലേ ഈ അടുക്കള കാണല്? അതേ ചേട്ടാ എന്ന് യാമിനിയും പറയുക. സരസ്വതി അമ്മ പറയുന്നു, അവിടെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അത് വേസ്റ്റ് ആവും. അതുകൊണ്ട് അവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാൻ പറയുക, രാജുവും വേണുവേട്ടനും ഒക്കെ വലിയ അഭിമാനികളാണ്. സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകരുത്. വർമ്മ അങ്ങനെ പറയുമ്പോൾ സരസ്വതി അമ്മ പറയുന്നു, ബുദ്ധിമുട്ട് എന്തിനാ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ, അല്ലാതെ ഇതൊന്നും നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ. പണ്ട് മുതൽക്കേ ആചാര്യന്മാരുണ്ടാക്കി വെച്ച ബന്ധുമര്യാദകളല്ലേ അതൊക്കെ. ഉടനെ എല്ലാരെയും നോക്കിയിട്ട് അംബിക പറയാ, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. എന്തോ ഇടങ്കോലും കൊണ്ട് ഇവള് വരുവാണല്ലോ എന്ന് സരസ്വതി അമ്മയെ നോക്കുന്നുണ്ട്, മറ്റുള്ളവരും നോക്കുന്നുണ്ട്. എനിക്കെന്താ പറയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വർമ്മ ചോദിക്കും, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരുമാതിരി അന്യരെ പോലെ. ഇവിടെ ഇപ്പോൾ അമ്മ കഴിഞ്ഞാൽ പിന്നെ മൂത്താള് ചേച്ചിയല്ലേ, ചേച്ചിക്കും അഭിപ്രായം പറയാമല്ലോ. അതുകൊണ്ടൊന്നും അല്ല, എന്റെ അഭിപ്രായത്തിന് ഇവിടെ ആരും ഒരു വിലയും തരാറില്ല. അതെല്ലാം ചേച്ചിയുടെ തോന്നല. ഞങ്ങൾക്ക് ചേച്ചി ഞങ്ങൾക്ക് അമ്മയെപ്പോലെയാ. പിന്നെ ദീപക്ക് കാണിക്കുന്ന മര്യാദകളിനൊക്കെ ഞാനും ശേഖറും ഇവനെ ശിക്ഷിക്കാറുണ്ട്. അത് ഞങ്ങൾ ഇവന്റെ അമ്മാവന്മാരായതുകൊണ്ട്. എന്താ ചേച്ചി, അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അയ്യോ, അതിനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പ്രതാപ. ഇവനിട്ട് ഓരോന്നൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കൊടുക്കണം, എന്നാലേ എന്റെ മോൻ നന്നാവൂ. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. ഇവനാ നന്നാകാൻ പോകുന്നത്. എപ്പോഴും ഏത് സമയത്തും എല്ലാവർക്കും എന്റെ മേക്കിട്ട് കയറാനാ തിടുക്കം എന്ന് ദീപക് അവളോട് പറയുവാണ്. യാമിനി പറയുന്നു, ചേച്ചി അടുക്കള കാണാൻ പോകുന്ന കാര്യമൊന്ന് പറയേച്ചി. അത് കേട്ടപ്പോൾ അംബികയ്ക്ക് എന്തോ ഒരു വലിയ സ്ഥാനം കിട്ടിയതുപോലെ. ഈ അടുക്കള കാണാൻ പോകുന്നതൊക്കെ ഒരു കീഴ്വഴക്കം തന്നെ. ആ ആചാരപ്രകാരം ഓരോ കാര്യങ്ങളും നടക്കണമെങ്കിൽ അതിനു മുൻപ് നടന്ന എല്ലാ കാര്യങ്ങളും ആചാരപ്രകാരം ആയിരിക്കണം. ഈ കല്യാണം നടന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. കാള വാല് പൊക്കുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ അംബിക വാ തുറന്നപ്പോഴേ അവൾ എന്തു പറയാനാ വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശേഖരനെ ദേഷ്യം വന്നിട്ട് പറയുക, അല്ലെങ്കിലും ഇവിടെ എന്ത് കാര്യം വന്നാലും ചേച്ചി ഇങ്ങനെ തന്നെ എതിരും പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ വരും. സരസ്വതി അമ്മ പറയുക, ഞാനിവിടെ വന്നിട്ടിപ്പോ കുറെ നാളായി. ഞാനിവിടെ വന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ശേഖരൻ പറഞ്ഞത് 100% ശരിയാ. എന്ത് കാര്യത്തിനായാലും എന്ത് പ്രശ്നത്തിനായാലും ഉടനെ ഇവൾക്ക് എതിർപ്പാ. ഇത് ഒരുതരം വൃത്തികെട്ട ഈഗോയാണ്. അയ്യോ, അങ്ങനെ അല്ലമ്മ ഞാൻ പറഞ്ഞ. നിക്ക്, നീ പറയാൻ വരട്ടെ, ആദ്യം ഞാൻ പറഞ്ഞു തീരട്ടെ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി തർക്കിക്കാൻ വന്നേക്കരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിയട്ടെ. അംബികയ്ക്ക് ഋതുമോളോട് എന്തോ കടുത്ത പകയുള്ളതുപോലെ സംസാരവും പ്രവൃത്തിയും എല്ലാം. ഒരുമാതിരി പഴയ കാലത്തെ അമ്മായിയമ്മമാരെ പോലെ. മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ചവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഋതുമോളോട് അംബികയ്ക്ക് പക വരാനുള്ള കാരണമൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും അംബികയ്ക്ക് അതൊക്കെ അങ്ങ് വിട്ടേക്കരുതോ? ആ വക ഉടുക്കും കൊട്ടും പാട്ടും ഒന്നുമേ ഇനി ഇവിടെ വേണ്ട. അതൊന്നും ഇനി ഇവിടെ ഏൽക്കില്ല. എന്നിട്ട് സരസ്വതി അമ്മ പ്രതാപനോട് പറയുന്നു, പ്രതാപ, അടുക്കള കാണൽ ചടങ്ങ് വേണോ വേണ്ടായോ എന്ന് നീ തീരുമാനിക്ക്. നീയാണ് ഋതുമോളുടെ അച്ഛൻ. അയ്യോ, അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മ എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. അമ്മ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ അനുസരിക്കും. ചമ്മി വിളറിയിരിക്കുന്ന അംബികയെ നോക്കി ദീപക് ചെവിയിൽ രഹസ്യത്തിൽ പറയുന്നു, വയറ് നിറച്ച് കിട്ടിയില്ലേ, ഇനിയെങ്കിലും അങ്ങ് എഴുന്നേറ്റ് പൊയ്ക്കൂടെ? അവരുടെ എല്ലാവരുടെയും മുഖത്തെ ആ സന്തോഷം അംബികയ്ക്ക് തീരെ രസിക്കുന്നില്ല. ഇപ്പൊ ശരിയാക്കി തരാം. എന്തോ ഒരു കുതന്ത്രം മെനയാനുള്ള ആ നോട്ടമാണ് അവളുടെ കണ്ണിൽ കാണുന്നത്. രാജുവിന്റെ വീട്ടിലും അത്താഴം വിളമ്പുവാണ്. പ്രിയയും രാധമ്മയും ടേബിളിൽ ഓരോന്ന് കൊണ്ട് വെക്കുന്നുണ്ട്. ജയനും കൊച്ചമ്മണിയും വന്ന് ഇരുന്ന് കഴിഞ്ഞ് ജയൻ പറയുന്ന, അയ്യോ നല്ല വിശപ്പ്. കുടുംബം കലക്കി കുട്ടിച്ചോറാക്കാവുന്ന പ്രതിജ്ഞ എടുത്തിരിക്കുവാണ് നമ്മുടെ കൊച്ചമ്മണി. കൊച്ചമ്മണി പറയുക, ഇതിനു മുമ്പ് ഇവിടുത്തെ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കലത്തെ ഭക്ഷണവും രാത്രിയിലെ ഭക്ഷണവും എന്ത് രസമായിരുന്നു, എന്തോ ഒരു സന്തോഷമായിരുന്നു. എന്ത് ചവറായാലും വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിവിഴുങ്ങി കഴിക്കാൻ തോന്നും. ആ സമയത്തൊക്കെ രാധമ്മയുടെ മുഖത്ത് എന്തൊരു വെട്ടമായിരുന്നു.
ആ മുഖത്ത് മഹാലക്ഷ്മി വന്നിരുന്നിങ്ങനെ പളപളാന്ന് മിന്നുമായിരുന്നു. ദാ വരുന്നുണ്ട് നമ്മുടെ വേണുവേട്ടൻ. എന്തായിരുന്നു ഒരു ഐശ്വര്യം. അത് പോയിട്ട് ഇപ്പൊ നോക്കിയാ മൂശാട്ടയാ, മുഖത്തങ്ങ് മൂശാട്ട തന്നെ. വേണുവേട്ടനെ നോക്കിയിട്ട് കൊച്ചമ്മണി പറയുക, അതേ കുറ്റം പറയുവല്ല, അതേ ഒരു കല്യാണം നടന്നതിന്റെ ഗുണവധികാരം പറയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എനിക്കിവിടുന്ന് ആഹാരം കഴിക്കാനേ തോന്നുന്നില്ല. അത് കേട്ടിട്ട് ജയൻ പറയാ, ഇതൊരു നല്ല ഗുഡ് ന്യൂസ് ആണല്ലോ. എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ ഒരു നേരം ഗോതമ്പ് കഞ്ഞി കുടിച്ചാൽ മതി. ഈ ഗോതമ്പ് കഞ്ഞിയൊക്കെ നീ അങ്ങ് കുടിച്ചാൽ മതിയടാ. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഫുഡ് കഴിപ്പ് കുറച്ച് ഓവറാ. നിന്റെ വയറങ്ങ് വള്ളം പോലായി. ഈ കണക്കിന് നീ ഇങ്ങനെ തിന്നുകൊണ്ട് പോയാൽ ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും നിനക്ക് പഞ്ചാര രോഗം വന്ന് നീ അങ്ങ് വീഴും. വേണുവേട്ടൻ പ്രിയയോട് ചോദിക്കുന്നു, എടി രാജുവിനെയും ഋതിക മോളെയും വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. സാധാരണ അവര് വരാറാ പതിവ്. എന്തൊരു മര്യാദകേടാണ് നീ കാണിച്ചത്. ഇവിടെ അത്താഴം വിളമ്പിയത് അവരറിഞ്ഞില്ലെങ്കിലോ? പോയി വിളിച്ചോണ്ട് വാടി എന്നിങ്ങനെ വേണുവേട്ടൻ അലറുവാണ്. അപ്പോഴേക്കും തന്റെ ഋതികയും രാജു അങ്ങോട്ട് വന്നു കഴിഞ്ഞു. ഇരിക്കും മാഡം എന്നും പറഞ്ഞ് രാജു ഋതിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് രാജു ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ആരും ആഹാരം വിളമ്പുന്നില്ല. വേണുവേട്ടൻ ഇങ്ങനെ രാധമ്മയും പ്രിയയൊക്കെ ഇങ്ങനെ നോക്കുവാണ്. കൊച്ചമ്മണിയും ജയനുമാണ് തിരിഞ്ഞു പോലും നോക്കാതെ വെട്ടുവിടുങ്ങുവാണ്. വേണുവേട്ടൻ പ്രിയയോട് പറഞ്ഞു, ഡി ഇവർക്ക് ആഹാരം എടുത്തു കൊടുക്ക്. രാജു അത് കേട്ടിട്ട് പറയാ, വേണ്ട, ആരും ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം എന്നും പറഞ്ഞ് രാജു ഋതികയ്ക്ക് വിളമ്പി കൊടുത്തിട്ട് അവനും വിളമ്പി കഴിക്കുവാണ്. കൊച്ചമ്മണി പെട്ടെന്ന് നോക്കിയിട്ട് പറയാ, ദാണ്ടെ ആഹാരത്തിന്റെ മുന്നിൽ ആരും വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതിന് കൊട്ടാരത്തിലെ ആളായാലും കുടിലിലെ ആളായാലും ആഹാരത്തിന്റെ മുന്നിൽ എല്ലാരും തുല്യരാണ്. അത് കേട്ടിട്ട് വേണുവേട്ടൻ കളിയാക്കുക, എല്ലാരും ഇതൊന്ന് കേട്ട് പഠിക്കണേ, സുഭാഷിതമാണ്. ആ വായിന്ന് പൊഴിഞ്ഞു വീഴുമ്പം തന്നെ നിങ്ങൾ എഴുതിയെടുത്തോണം, എന്നെങ്കിലേ നിങ്ങൾക്കത് പുസ്തകമാക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആ ബുക്കിന് കൊച്ചമ്മണിയുടെ സന്ദേശങ്ങൾ എന്നും പറഞ്ഞൊരു പേര് വിടാം. അച്ഛൻ എങ്ങനെ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട, ഒരു പുസ്തകം എഴുതാനുള്ള കഴിവൊക്കെ ഈ കൊച്ചമ്മണിക്കുണ്ട്. അയ്യോ എനിക്കറിയാം, അവിടുന്ന് എഴുതിയ ഒരു പുസ്തകം ഈ അടിയൻ വായിച്ചിട്ടുണ്ടേ. കൊച്ചമ്മണി ആലോചിക്കുക, അത് ഏത് പുസ്തകമാ? ഞാൻ ഇതുവരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ലല്ലോ. ഏത് പുസ്തകമാ അച്ഛാ? അതേ, മനുഷ്യനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള 10 കൃതികൾ. അത് എഴുതിയത് ഈ ജയന്റെ അമ്മ കൊച്ചമ്മണി തന്നെ അല്ലയോ? ആ മുട്ടാൾ ജയൻ പറയുക, അയ്യോ അതെപ്പോഴെഴുതി? ഞാനത് വായിച്ചിട്ടില്ലല്ലോ. നീ എന്തിനാടാ അത് വായിക്കുന്നേ? നീ അത് തന്നെ അല്ലേടാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അത് ശരി, അച്ഛനെന്നെ കളിയാക്കിയതാണല്ലേ? എന്ത് ചെയ്യാനാ, ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എനിക്ക് അവിടെ മൊസണൻ അച്ഛനെയും കൂടെ സഹിച്ചല്ലേ പറ്റൂ. കൊച്ചമ്മണി പറയാ, എടാ മോനെ, കളിയാക്കുന്നവരവിടെ കിടന്ന് കളിയാക്കിട്ടടാ, നിനക്കെന്ത് ഛേദം? എന്തൊക്കെ പറഞ്ഞാലും നീ നല്ലൊരു ഭർത്താവാ. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മരുമോള് നല്ല ഒരു കുട്ടിയാ. ഈ കല്യാണം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തൊരു ചേർച്ചയാ എൻ്റെ മോനും മരുമോളും കൂടെ. ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ വിവാഹ ജീവിതം ഒരു സ്വർഗമാണ്, കാലക്കേട് പിടിച്ചവർക്കാണെങ്കിലോ അതൊരു നരകം. ഋതികയെ നോക്കിയിട്ടാണ് കൊച്ചമ്മണി പറയുന്നത്. കുറെ നേരം കൊണ്ട് കേട്ട് മതിയായി രാജുവിന്. രാജു പറയുക, അളിയന്റെ അമ്മേ, അവിടെ ഇരുന്നോണ്ട് എറിയുന്നത് എനിക്കിട്ടും മേഡത്തിനുമാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് സ്വർഗമോ നരകമോ ഇനി ഏതെങ്കിലും മാങ്ങയോ ആയിക്കോട്ടെ, നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചില്ല. അയ്യോ രാജുമോൻ ചൂടാവുകയൊന്നും വേണ്ട, മോൻ ഏത് തങ്കച്ചിയെ കെട്ടിയാലും എനിക്കൊരു മണ്ണാങ്കട്ടിയില്ല. രാധമ്മയെ നോക്കിയിട്ട് പറയുക, പെറ്റതള്ളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് ഏത് മഹാറാണിയെ കെട്ടിയാലും അതൊന്നും ഗുണം പിടിക്കത്തില്ല. കൊച്ചമ്മനുടെ ആ മഹത് വചനം കേട്ടിട്ടാണെന്ന് തോന്നുന്നു രാധമ്മയ്ക്കും പ്രിയയ്ക്കും നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്. വേണുവേട്ടൻ ദേഷ്യത്തോടെ പറയാ, എടാ ജയ, നിന്റെ തള്ളയെ നീ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാകും. ഇവരുടെ നാക്കൊരു മൂർക്കം പാമ്പാ, അത് സംസാരിക്കുവല്ല വിഷം ചീറ്റുമായിരുന്നോണ്ട് ചെയ്യുന്നേ. ഇവരുടെ ഈ വൃത്തികെട്ട നാക്കുകൊണ്ട് വല്ലതും പറയുന്നതേ ഞാൻ എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. അത് കേട്ടോണ്ട് പെട്ടെന്ന് രാധമ്മ ചൂടാവുക. അവര് പറഞ്ഞത് കാര്യമല്ലേ, അതിനെന്തിനാ നിങ്ങൾ ചൂടാകുന്നത്? വേണുവേട്ടൻ ചാടി എഴുന്നേറ്റ്, ഡി ഇപ്പൊ നിന്റെ പ്രോത്സാഹനത്തോടുകൂടി ആയിരുന്നോടി അവരിത്രയൊക്കെ സംസാരിച്ചത്? ഇവരെ ഋതികമോളുടെ അകമ്പടിക്കാരിയായിട്ട് നടക്കുമായിരുന്നല്ലോ. എപ്പോഴാ നിങ്ങൾ മറുകണ്ഠം ചാടിയത്? എടി രാധമ്മേ, നീ കളിക്കുന്ന തീ കൊണ്ടാ. ഇവരൊക്കെ നീ കളിക്കുന്ന കളി കാണാൻ വന്നിരിക്കുന്നവരാ. ആ കളിയൊക്കെ കണ്ടിട്ട് ആവോളം ചിരിച്ചിട്ടേ ഇവരൊക്കെ അവരുടെ പാട്ടിനങ്ങ് പോകും. അനുഭവിക്കേണ്ടത് നമ്മളാ, അത് നീ മറക്കരുത്. ഇതൊക്കെ കേട്ടിട്ട് ഋതിക അവിടെ നിന്ന് കരയുന്നുണ്ട്. മനസമാധാനത്തോടെ ഇച്ചിരി ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. കൊച്ചമ്മണി പറയുക, ആഹാരം കഴിക്കാൻ വന്നിരുന്നവരെ ആഹാരം കഴിച്ചിട്ട് പോയിക്കോണം, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കാനല്ല വരേണ്ടത്. എന്നാലിനി ഈ ആഹാരം എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്നും പറഞ്ഞ് കൊച്ചമ്മണി ആഹാരത്തിൻ്റെ മുന്നിൽ നെനീറ്റങ്ങ് പോവാണ്. അത് കണ്ടോണ്ട് രാധമ്മ പറയാ, വന്നു കയറിയ വയ്യാവേലികളെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, എങ്ങനെങ്കിലും അങ്ങ് ചത്താ മതി എന്നും പറഞ്ഞ് രാധമ്മ അടുക്കളയിലോട്ടങ്ങ് ഓടിപ്പോവാണ്.
വിളമ്പി വെച്ച ആഹാരം ഒന്ന് കഴിക്കാൻ പോലും വയ്യാതെ രാജുവും ഋതികയും ഇങ്ങനെ സങ്കടത്തോടെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മ കാണിക്കുന്ന ഈ കൊടും ക്രൂരതയ്ക്ക് രാധമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്താണോ ശിക്ഷ. ഇനി ഋതികയുടെ വീട്ടിൽ നിന്ന് അടുക്കള കാണൽ ചടങ്ങിന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളി കൊച്ചമ്മണിയും പ്രിയയും ജയനും വീണ്ടും ഋതികയുടെ പുറകിന് മണപ്പിച്ച് പോകും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.